ഫ്രണ്ട്സ്, എല്ലാവർക്കും ഋതുരാർദ്ര 2000 പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളും ഞാനും എല്ലാം ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് അങ്ങനെയുള്ള സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുന്ന ആളുകളാണ് അല്ലേ? അതെ, എനിക്ക് തോന്നുന്നു കൊച്ചു മക്കൾക്ക് പോലും കാണും ഇൻസ്റ്റാഗ്രാം ID എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ഓൺലൈൻ തട്ടിപ്പ് നടക്കുന്നത് അതിലൂടെയൊക്കെയാണ് കേട്ടോ. നമ്മൾ ഓരോരോ ലിങ്കുകൾ തുറക്കുകയും അതിലൂടെ OTP, നമ്മുടെ ഫോൺ ഫുള്ള് ഹാക്ക് ചെയ്യുക, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡേ ടു ഡേ കേൾക്കുന്നുണ്ട്. ഇതൊന്നുമല്ല, നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന ഡ്രസ്സുകൾ നമ്മുടെ മുന്നിലേക്ക് ഇട്ട് തന്നിട്ട് 250, 350, 500 എന്നുള്ള പേയ്മെൻറ്റ് ഇട്ട് നമ്മളെ അങ്ങ് കൊതിപ്പിക്കും അവർ. അപ്പം വെറും 500 രൂപ അല്ലെങ്കിൽ 250 രൂപ. 250 രൂപയ്ക്ക് വളരെയധികം ലാഭം. നമ്മൾ കടയിൽ പോയി കഴിഞ്ഞാൽ 1000, 2000 രൂപ കൊടുക്കേണ്ട ആ ഒരു മെറ്റീരിയലിന് 250 രൂപ മാത്രം. സാധാരണക്കാരായ നമ്മൾ ആ ഒരു പരസ്യത്തിൽ അങ്ങ് വീണു പോകും. അങ്ങനെ പരസ്യത്തിൽ വീണ് പോയ ഒരു യൂട്യൂബർ, നമ്മുടെ ജീവ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ഒരു കുട്ടിയാണ്. അവരുടെ ഒരു വീഡിയോ ഞാൻ കാണാനിടയായി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്ത് ചെയ്യുന്നത്. ഇതുപോലൊരു അനുഭവം എനിക്കും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഞാനും ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഒരു ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് നമ്മൾ ഓർഡർ ചെയ്ത സമയത്ത് അതിൽ പേ ചെയ്തതിന് ശേഷം വേണം നമുക്ക് പേ ചെയ്തിട്ട് നമുക്കത് കിട്ടുള്ളൂ. അങ്ങനെയാണ് അവർ ചെയ്യത്തുള്ളൂ, അല്ല ക്യാഷ് ഓൺ ഡെലിവറി അല്ല. പക്ഷേ ക്യാഷ് ഓൺ ഡെലിവറി അല്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്തു, ആ ഒരു ഇതിൽ നിന്നങ്ങ് പിന്മാറി. ക്യാഷ് ഓൺ ഡെലിവറി അല്ലല്ലോ. അപ്പം ക്യാഷ് ഓൺ ഡെലിവറി അല്ലാത്തതുകൊണ്ട് ഞാനത് പേ ചെയ്തില്ല. ഞാൻ ചെയ്തില്ല, എനിക്ക് വേണ്ട. എനിക്ക് മനസ്സിലായി, നമ്മൾ മുന്നേ കൂട്ടി പേയ്മെൻറ്റ് കൊടുത്തിട്ട് എനിക്കുള്ള ഡൗട്ട്, പക്ഷേ ഇത് പറ്റിപ്പാണെന്നുള്ള രീതിയിലല്ല ഞാൻ ക്യാഷ് ഓൺ ഡെലിവറിക്ക് മാത്രം നിൽക്കുന്നത്. കാര്യം നമ്മുടെ അഡ്രസ്സിൽ കൃത്യമായിട്ട് എത്തുമോ, ഇത് കിട്ടുമോ എന്നൊക്കെ ഉള്ളൊരു പേടി കൊണ്ടാണ് ഞാൻ ഈ പേയ്മെൻറ്റ് ചെയ്തത്. അതായത് ഇത് പറ്റിപ്പാണോ എന്നുള്ള ഡൗട്ടൊന്നുമല്ല. എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് കിട്ടാതെ പോയി കഴിഞ്ഞാൽ പിന്നെ ഇവരോട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റാതാവും, അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ സംശയങ്ങൾ കൊണ്ട് ഞാൻ അങ്ങനെ ക്യാഷ് ഓൺ ഡെലിവറി മാത്രമേ എല്ലാ കാര്യങ്ങളും ചെയ്യാറുള്ളൂ. ഇപ്പോൾ ഫുഡ് നമ്മൾ ഓർഡർ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ മീഷോയിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ നമ്മൾ സാധനങ്ങൾ വാങ്ങാറൊക്കെ ഉണ്ട്. പക്ഷേ ഇതിലെല്ലാം നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി എന്ന് പറയുന്ന ഓപ്ഷൻ മാത്രമേ ചൂസ് ചെയ്യാറുള്ളൂ. നമ്മുടെ കയ്യിൽ സാധനം കിട്ടുമ്പോൾ നമ്മൾ പേയ്മെൻറ്റ് അടയ്ക്കും, ആ ഒരു രീതി മാത്രം. അതിൽ ഒരുപാട് ചീറ്റിംഗ് ഉണ്ട്, സത്യമാണ്. നമ്മൾ പൊട്ടിച്ച് നോക്കുമ്പോൾ നമ്മുടെ സാധനമല്ല, ചിലതൊന്നും റിട്ടേൺ ഇല്ലാത്ത സാധനമാണ്. അപ്പോൾ അതുപോലെ റിട്ടേൺ ഉള്ളത് മാത്രമേ നമ്മൾ ഓപ്റ്റ് ചെയ്യാറുള്ളൂ. അപ്പം നമ്മൾ ഈ മീഷോയും ഫ്ലിപ്കാർട്ടിനും ഒന്നും പറയല്ല. നമുക്കും അങ്ങനെ മീഷോയിൽ നിന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ നമ്മൾ 4 ഐറ്റം ബുക്ക് ചെയ്ത് നമ്മൾ പേയ്മെൻറ്റ് അടച്ച്, അത് ക്യാഷ് ഓൺ ഡെലിവറി അല്ല, പേയ്മെൻറ്റ് അടച്ചതിന് ശേഷം നമുക്ക് ഒരൊറ്റ ഐറ്റം മാത്രം വന്ന സാഹചര്യം ഉണ്ടായിരുന്നു. നമ്മൾ പിന്നെ അവരുടെ അടുത്ത് സംസാരിച്ച് നമുക്ക് ആ പേയ്മെൻറ്റൊക്കെ തിരിച്ചൊക്കെ വന്നു. ഓക്കെ, അതൊക്കെ സെറ്റായതാണ്. ഇതെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഇതെന്താണ് ജീവ പറയുന്നത് നമുക്ക് കേട്ടിട്ട് വരാം. റിപ്ലൈ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എനിക്ക് ആ ഒരു ഐഡിയ ഒന്നും കൂടെ എടുത്ത് നോക്കണമെന്ന് തോന്നി. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കുറേ അങ്ങോട്ട് നോക്കിയപ്പോഴത്തേനും വീണ്ടും ഒരുപാട് വീഡിയോസ് ഉണ്ട്. അപ്പം അതിന് താഴെ പിന്നീട് ഒരുപാട് കമൻറ്റ്സ് ഞാൻ കണ്ടു. ഒരു 500-ഓളം കമൻറ്റ്സ് പല വീഡിയോയുടെയും താഴെയായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഫേക്കാണ്, നിങ്ങൾ ഒരിക്കലും ഇത് മേടിക്കരുത്, പൈസ പോവും, പൈസ അങ്ങനെയാണ്, പൈസ തിരിച്ച് കിട്ടത്തില്ല, ഓർഡർ എടുത്തിട്ട് പറ്റിച്ചു. അതൊക്കെ ആ ഒരു ഡ്രസ്സ് തന്നെ 1000 സംതിങ് രൂപയ്ക്ക് അവർ ഇട്ടിട്ടുള്ളത് ഞാൻ കണ്ടു. അപ്പം എന്നെപ്പോലെ ആ ഒരു ഡ്രസ്സ് വാങ്ങിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ 250 വരെ 1000 സംതിങ് രൂപയ്ക്കും ആ ഒരു ഡ്രസ്സ് വാങ്ങിക്കും. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഒരാൾക്ക് പോലും ഇപ്പം ഒരു 100 പേരുടെ കയ്യിൽ നിന്ന് ഓർഡർ എടുത്ത് ഒരു 50 പേർക്ക് ഡ്രസ്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ വേണ്ടില്ല. ഇവർ ആ 100 പേരുടെ കയ്യിൽ നിന്ന് ഓർഡർ എടുത്ത് അവരുടെ പൈസയും മേടിച്ചിട്ട് ആ 100 പേർക്ക് ഇവർ ഡ്രസ്സും കാര്യങ്ങളും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് കാരണം. 3 ദിവസമായി, 4 ദിവസമായി. 4ാമത്തെ ദിവസം ഞാൻ അവർക്ക് അങ്ങോട്ട് മെസ്സേജ് അയച്ചു, ഡെലിവറി വന്നിട്ടില്ല, എൻ്റെ ഡെലിവറി എവിടെ, ഡെലിവറി ഇതുവരെ വന്നിട്ടില്ല, നിങ്ങൾ അറൈവിങ് ഡീറ്റെയിൽസും കാര്യങ്ങളും ഒന്ന് എനിക്ക് അയച്ചു തരാമോ എന്ന് ചോദിച്ചു. ഞാൻ അവരോട് ഓർഡറിൻ്റെ ഷിപ്പിംഗ് ഡീറ്റെയിൽസും കാര്യങ്ങൾ ഒക്കെ ഒന്ന് അയച്ചു തരാൻ പറഞ്ഞു. പക്ഷേ അവർ എനിക്ക് മെസ്സേജിന് റിപ്ലൈ തന്നില്ല. അന്നേരം പിന്നെ 2 ദിവസം കൂടെ ഞാൻ വെയിറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ അവരോട് ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേനും അവർ പറഞ്ഞു, നിങ്ങൾ വെയിറ്റ് ചെയ്യേ, ഇപ്പം എനിക്ക് സമയമില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ദേഷ്യം വന്നു. ഞാനും പറഞ്ഞു, എനിക്ക് സമയമില്ല, നിങ്ങൾ എൻ്റെ ഓർഡർ എന്തായാലും ഞാൻ പൈസ തന്നിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ ആ ഒരു കാര്യങ്ങൾ എനിക്ക് അയച്ചു തന്നേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഒരു യൂട്യൂബറാണ്, നിങ്ങൾക്കെതിരെ വീഡിയോസും കാര്യങ്ങളും ചെയ്യും, അതേപോലെ തന്നെ കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യുമെന്ന് ഞാൻ അവരോട് പറഞ്ഞു. അപ്പം അവരാണെങ്കിൽ അത് എനിക്ക് അന്നേരം റിപ്ലൈ തന്നില്ല. പിറ്റേ ദിവസം അവരെന്നോട് പറഞ്ഞു, മാഡം സോറി, നിങ്ങളുടെ ഡെലിവറി അടുത്ത ശനിയാഴ്ചത്തേക്കിനാവത്തുള്ളൂ, അവിടുത്തെ ഡെലിവറി ബോയുടെ ഒരു പ്രശ്നം കാരണമാണ് വരാത്തതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ചിലപ്പോൾ സത്യമായിരിക്കും എന്ന് ഓർത്തു. പിന്നെയും ഒരു 2 ആഴ്ചയും കൂടെ ഞാൻ വെയിറ്റ് ചെയ്തു. പക്ഷേ പിന്നീട് അവരോട് ചോദിച്ചു കഴിഞ്ഞിട്ട് അവരൊന്നും റിപ്ലൈ തന്നില്ല. ഞാൻ എന്നിട്ട് ചെറുതായിട്ടൊന്ന് പറഞ്ഞു നോക്കി, ഇങ്ങനെ കംപ്ലയിൻറ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞു നോക്കി. അപ്പം റിപ്ലൈയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എനിക്ക് അവരെ ആ ഒരു ഐഡിയ ഒന്നും കൂടെ എടുത്ത് നോക്കണമെന്ന് തോന്നി. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കുറേ അങ്ങോട്ട് നോക്കിയപ്പോഴത്തേനും അവർ ഇടയ്ക്കിടയ്ക്കെല്ലാം വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പുതിയ ഡ്രസ്സുകളുടെയൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാത്തിൻ്റെയും വില പറഞ്ഞേക്കുന്നത് 250 രൂപയാണ്. ഇവർ ഈ മലയാളത്തിൽ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ തെറ്റിദ്ധരിക്കും ഇവിടെ എറണാകുളം അല്ലെങ്കിൽ തിരുവനന്തപുരം ആ ഭാഗത്തൊക്കെ ഉള്ളവരായിരിക്കും ഇങ്ങനെ
അങ്ങനെയുള്ളൊരു ഷോപ്പായിരിക്കും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ ഇവർ മലയാളത്തിൽ വീഡിയോസ് ചെയ്തിട്ട് കേരളത്തിലുള്ളവരെ ഒന്ന് എന്താ കേരളത്തിലുള്ളവരുമായിട്ടൊന്ന് സെയിൽ സാസ്ത അങ്ങനെ വിലക്കുറവ് എന്നാണ് അതിൻ്റെ ഹിന്ദി മീനിങ് എന്ന് ഞാൻ കുറച്ച് കമൻസിലൊക്കെ കണ്ടു. സാസ്ത അല്ലെങ്കിൽ ശാസ്ത എന്ന് പറയുന്നൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് കേട്ടോ ജീവയ്ക്ക് ഈ ഒരു അമ്മിളി പറ്റിയതെന്ന് പറഞ്ഞു ഞാൻ പറയുന്നുണ്ടല്ലോ. ആദ്യം ഒരു ചുരിദാർ ഒരു കുർത്തി സെറ്റ് ഓർഡർ ചെയ്തു, 280 രൂപയാണെന്ന് പറഞ്ഞു. അവരുമായിട്ട് വാട്സപ്പിലൊക്കെ ചാറ്റ് ചെയ്തു. അപ്പം ആദ്യം മലയാളത്തിലാണ് ഇവരുടെ പരസ്യങ്ങളൊക്കെ വരുന്നത്. പക്ഷേ ഇവരേതാ രാജസ്ഥാനോ അതിൽ പറയുന്നുണ്ട്, സോ ഞാൻ വിട്ടുപോയി. അപ്പോൾ അവിടെ ഹിന്ദിക്കാരാണ്. അപ്പോൾ അവർ അതിൽ നമ്മുടെ ഇംഗ്ലീഷ് അവരുമായിട്ട് സംസാരിച്ചു, വാട്സപ്പിലൊക്കെ ചാറ്റ് ചെയ്തു. പേയ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു 2 ഡ്രസ്സ് എടുക്കുകയാണെങ്കിൽ 450 രൂപ അടച്ചാൽ മതി, അല്ല ഒരെണ്ണം ആണെന്നുണ്ടെങ്കിൽ ഷിപ്പിംഗ് ചാർജായി 150 രൂപയും കൂടെ അടയ്ക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് സ്വാഭാവികമായിട്ട് നമ്മൾ ആലോചിക്കും ഒരെണ്ണം 280, 2 450 കിട്ടുകയും ചെയ്യും, അത് ഓഫറാണ്, അപ്പോൾ അത് കിട്ടുകയും ചെയ്യും, അപ്പോൾ ഷിപ്പിംഗ് ചാർജും കൊടുക്കണ്ട. അപ്പോൾ 2 മെറ്റീരിയൽ കിട്ടുകയും ചെയ്തെന്ന് പറഞ്ഞ് സെലക്ട് ചെയ്തു, പേയ്മെൻറ്റ് അടച്ചു. 3 ദിവസത്തിനുള്ളിൽ കിട്ടും എന്ന് പറഞ്ഞു. 3 കഴിഞ്ഞ് 4ാമത്തെ ദിവസം അവർ വീണ്ടും കോൺടാക്ട് ചെയ്തപ്പോഴും റിപ്ലൈ ഒന്നുമില്ല. അവരങ്ങനെ കേസ് കൊടുക്കും. ഒരു യൂട്യൂബറാണ്, യൂട്യൂബിൽ വീഡിയോ ചെയ്യും എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കിന് സാറ്റർഡേ കിട്ടും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ആ സാറ്റർഡേ വരെ വെയിറ്റ് ചെയ്തതിന് ശേഷം ആ ഉൽപ്പന്നം കിട്ടിയില്ല. പക്ഷേ ഇവർക്ക് ഒരുപാട് ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ സാസ്ത ബസാർ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് ഐഡിയസ് ഉണ്ട്. അപ്പം നമ്മൾ കയറുന്ന ഐഡിയയിൽ ചിലപ്പം കമൻസ് ഒന്നും ഉണ്ടാവണമെന്നില്ല, പല പല ഐഡിയസിലാണ് ഇവർ യൂസ് ചെയ്യുന്നത്. അപ്പം ഇതിന് ശേഷം ഇവർ കോൺടാക്ട് ചെയ്തപ്പോൾ യാതൊരുവിധ കോൺടാക്ട് ഇവരുമായിട്ടില്ല. അവർക്ക് ആ പേയ്മെൻറ്റ് പോയി, അവർക്ക് ആ പൈസ കിട്ടിയില്ല. അപ്പോൾ ഇവർ ഈ വീഡിയോ ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ആരും പറ്റിക്കപ്പെടാതിരിക്കാനാണ്. ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഒരുപാട് തട്ടിപ്പുകളുണ്ട്. നമ്മൾ ഏത് പേജ് സെലക്ട് ചെയ്യുമ്പോൾ, അപ്പോൾ എനിക്കൊന്നും ഇത്രയോ അങ്ങനെ ഒത്തിരി ഓപ്ഷൻ ഇതിന് താഴെ വന്ന കമൻറ്റുകൾ ഞാൻ കണ്ടായിരുന്നു. ഒരുപാട് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ പറ്റിക്കപ്പെട്ടവരെല്ലാം അതിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെയായിട്ട് കമൻറ്റ് ചെയ്യുക. കാര്യം വേറൊന്നും കൊണ്ടല്ല, നാളെ മറ്റൊരാൾക്ക് ഈ ഒരു അബദ്ധം പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മാക്സിമം നമ്മൾ കടകളിൽ തന്നെ പോയി ചൂസ് ചെയ്യുക. പിന്നെ ഫ്ലിപ്കാർട്ടിലും മീഷോയിലൊക്കെ ഒരുപാടുണ്ട് ട്രസ്റ്റഡ് ആയിട്ടുള്ള കടകളിൽ നിന്നൊക്കെ തന്നെ, അതിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഞങ്ങൾക്ക് ഇതുപോലെ ഫ്ലിപ്കാർട്ടിൽ നമ്മൾ ഓർഡർ ചെയ്ത സമയത്ത് നമുക്ക് ആ ഫുൾ ഐറ്റംസ് വന്നില്ല. ഒരൊറ്റ കോംബോ ആയിരുന്നു, 4 ഐറ്റത്തിൻ്റെ കോംബോ എന്ന് വെച്ചാൽ ഒരൊറ്റ സെറ്റ് മാത്രമേ വന്നുള്ളൂ. പക്ഷേ ആ അടച്ച പേയ്മെൻറ്റിൻ്റെ 3 ഐറ്റത്തിൻ്റെ പേയ്മെൻറ്റ് നമ്മൾ അവരുമായിട്ട് സംസാരിച്ച് നമുക്ക് ആ പേയ്മെൻറ്റ് നമ്മുടെ അക്കൗണ്ടിൽ തിരിച്ചു വന്നു. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ അതിൽ ഗിഫ്റ്റ് ബോക്സിലൊക്കെ ആയിട്ട് വന്നു, നമുക്ക് ആ പേയ്മെൻറ്റ് തിരിച്ച് കിട്ടി. പക്ഷേ ഈ പേയ്മെൻറ്റും അവർ കൊടുക്കുന്നില്ല, മെറ്റീരിയലും കൊടുക്കുന്നില്ല. ഇത് വളരെ ഒരു പറ്റിപ്പായിരുന്നു. അതിനെക്കുറിച്ച് പറയാനുള്ള കുറച്ച് കാര്യങ്ങളൂടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഇവരുടെ ശാസ്ത ബസാർ എന്നും പറഞ്ഞുകൊണ്ട് ഇവർക്ക് ഒരുപാട് അക്കൗണ്ടുകളുണ്ട്. അതിൽ നിന്ന് ഇങ്ങനെ വീഡിയോസ് എപ്പോഴും അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കും. എന്നിട്ട് ഡ്രസ്സിൻ്റെ വില ഇതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കോൺടാക്റ്റിൽ വിളിക്കുക എന്ന് പറഞ്ഞാണ് കൊടുത്തേക്കുന്നത്. നമ്മളവർ വിളിച്ച് കഴിയുമ്പോഴത്തേനും അവർ ഡ്രസ്സിൻ്റെ വില ഇന്നതാണ്, അല്ലെങ്കിൽ അവിടെ കൊടുത്തേക്കുന്ന 200-250 രൂപയ്ക്കെന്നാണ്. ഒരിക്കലും നമുക്ക് ആ ഒരു ഡ്രസ്സ് ആ ഒരു വിലയ്ക്ക് ഒരിക്കലും കിട്ടത്തില്ല. അപ്പം ഇത് അവർ തന്നെ നേരിട്ട് പ്രൊഡക്ഷൻ ചെയ്യുന്നതുകൊണ്ടായിരിക്കും. സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ മഹാരാഷ്ട്ര എന്ന് പറഞ്ഞു. ഇപ്പോൾ രാജസ്ഥാൻ, മഹാരാഷ്ട്ര പോലുള്ള സ്ഥലങ്ങളിൽ അവർ നേരിട്ട് പ്രൊഡക്ഷൻ ചെയ്യുന്നതുകൊണ്ട് ഇത്രയും വിലക്കുറവ് അങ്ങനെ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. കാരണം നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഉള്ളവർ അവിടുന്ന് കുറേ ലോഡ് ഡ്രസ്സുകളൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ഇവിടെ വില കൂട്ടി വിൽക്കുന്നതൊക്കെ നമുക്കറിയാലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഓർത്തു അത് സത്യമായിരിക്കും, മലയാളത്തിലാണല്ലോ വീഡിയോ, അപ്പോൾ അങ്ങനെ നമുക്കാണല്ലോ കുറച്ചെങ്കിലും വിശ്വസിക്കാമെന്ന് തോന്നി. കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ, ഒരുപാടൊന്നും ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുന്ന ആളല്ലായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റിയത്. അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ അവർക്കെതിരെ ഞാനിങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടേയിരിക്കും, വേറെ കാരണം കൊണ്ടൊന്നും അല്ല. കാരണം ഇപ്പം ഇവർക്കെതിരെ ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. നമ്മുടെ കയ്യിൽ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. അതേപോലെ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ കുറേ പേർക്ക് ഈ ഒരു ശാസ്ത എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ഷോപ്പിംഗ് അറിയാം. കാരണം ഇൻസ്റ്റാഗ്രാമിൽ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് പറ്റിക്കപ്പെടാനുള്ള ചാൻസ് കൂടുതലായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് തന്നെ. മലയാളത്തിലൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ ഇടുന്നു. പൈസ അയച്ചു കൊടുത്തു കഴിയുമ്പോഴത്തേനും അവർ പിന്നെ 3 ദിവസത്തിനുള്ളിൽ ഡെലിവറി എന്ന് പറഞ്ഞ് കോൾ കട്ടാക്കിയാൽ പിന്നെ നമ്മുടെ കോൺടാക്റ്റിനൊന്നും റിപ്ലൈ തരത്തില്ല. കുറച്ചൊരു ഭീഷണിയുടെ സ്വരത്തിൽ സംസാരിച്ചു. ഞാൻ അങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യുമെന്നും ഞാൻ യൂട്യൂബറാണെന്നും നിങ്ങൾക്കെതിരെ വീഡിയോ ഇടുമെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു സമയത്ത് അവർ ഒരാഴ്ചയും കൂടെ കഴിയുമ്പോഴത്തേനും എൻ്റെ ഡ്രസ്സ് വരും, കാരണം ഡെലിവറി ബോയ് എന്തോ അസുഖമായിട്ട് വരാത്തത് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ എക്സ്ക്യൂസൊക്കെ പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇത്രയും നാളായിട്ട് എനിക്ക് ഡെലിവറി ഇതുവരെയും വീട്ടിൽ വന്നിട്ടില്ല. അപ്പം എനിക്ക് മനസ്സിലായത് പറ്റിക്കപ്പെട്ടാണ്. കാരണം നമ്മൾ പിന്നീട് മെസ്സേജും കാര്യങ്ങളൊക്കെ അയച്ചാൽ അവരൊരിക്കലും റിപ്ലൈ ഒന്നും തരത്തില്ല. അപ്പം എനിക്ക് പറ്റിയൊരു അനുഭവം നിങ്ങൾക്ക് ആർക്കും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഇത് കുറച്ച് കൂടുതൽ പേര് ആൾക്കാർ ഈ ഒരു വീഡിയോ കാണത്തുള്ളൂ. അപ്പോൾ അതുപോലെ പേയ്മെൻറ്റിൻ്റെ ആ കൊടുത്ത ഡീറ്റെയിൽസൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു.
ഞാൻ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും വീഡിയോസ് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒരുപാട് പേരെന്നോട് ചോദിച്ചു അതിൻ്റെ ആ ഒരു പേര് മെൻഷൻ ചെയ്താൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ എളുപ്പമായിരിക്കുമല്ലോ എന്ന്. ഇവർ ഇത് യഥാർത്ഥത്തിൽ ഒറിജിനലായിട്ട് ശാസ്ത ബസാർ എന്ന് പറയുന്ന ഒരു ഷോപ്പുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഒറിജിനൽ ഷോപ്പാണ്, നല്ല രീതിയിൽ ഒരു ചേട്ടൻ നടത്തിക്കൊണ്ട് പോകുന്ന ഷോപ്പാണ്. ഞാൻ അതിനെപ്പറ്റി കൂടുതലായിട്ട് അന്വേഷിച്ചപ്പോൾ എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത്. ഇവർ ആ ഒരു പേരിൽ ഫേക്കായിട്ട് എടുത്തിട്ടുള്ള ഒരു ഐഡിയ ആണിത്. അപ്പം അത് നമുക്ക് അതുകൊണ്ടാണ് ഞാൻ ആ ഒരു പേര് മെൻഷൻ ചെയ്യാത്തത്. ഇവരുടെ ആ ഒരു ഫേക്ക് ഐ ഡി ശാസ്ത ബസാർ എന്ന് പറയുന്ന ഒരു ഫേക്ക് ഐ ഡി എന്നാണ് ഇവരിങ്ങനെ ഈ ഒരു ചതിയിൽ വീഴുന്നത് വളരെ സാധാരണക്കാരാണ് കേട്ടോ. സാധാരണക്കാർ ഇങ്ങനെയുള്ള ചതിയിലങ്ങ് വീണ് പോകും. നമ്മൾ ഈ ചെറിയ രൂപയ്ക്ക് കിട്ടുന്ന സാധനം ഇത്രയും രൂപ കൂടെ ലാഭം കിട്ടുമല്ലോ എന്ന് ഓർത്തിട്ട് നമ്മൾ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ വരം വരായിക ഒന്നും ആലോചിക്കത്തില്ല. ആരുടെങ്കിലും ഇങ്ങനെ കടം മേടിച്ചാലും നമ്മൾ ആ പേയ്മെൻറ്റ് ഇട്ട് കൊടുക്കും. ഇനിയെങ്കിലും നിങ്ങൾ ചിന്തിക്കുക കേട്ടോ. നമ്മൾ ഇങ്ങനെയുള്ള ഓപ്ഷൻസ്, നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ നമ്മളൊരു മെറ്റീരിയലിന് എന്തായാലും ഇത്ര ഒരു എമൗണ്ട്, ഒരു ഡ്രസ്സ് കാണുമ്പോൾ നമുക്കറിയില്ല ഈ ഒരു ഡ്രസ്സിന് ഇത്ര എമൗണ്ട് എന്തായാലും തോന്നും. ആ ഒരു ഡ്രസ്സ് എന്തായാലും നമുക്ക് ഈ ഒരു തുകയ്ക്ക് കിട്ടത്തില്ല. അപ്പോൾ അത് പറ്റിപ്പായിരിക്കും. അല്ലെങ്കിൽ അത് ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ ഓക്കെ, ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിലും പറ്റിപ്പാണ്. കാര്യം നമ്മുടെ കയ്യിൽ തരുന്ന വെറും പഴത്തുണികളാണെങ്കിൽ നമ്മൾ പേയ്മെൻറ്റ് അടച്ച് കഴിയുമ്പോൾ നമ്മൾ അവിടെ വെച്ച് തുറന്ന് നോക്കുന്നതിന് നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കണമല്ലോ. പക്ഷേ പേയ്മെൻറ്റ് കൊടുത്തു കഴിയുമ്പോഴാണ് ഈ പറ്റിപ്പ് നമ്മൾ തിരിച്ചറിയുന്നത്. ഇന്ന് പണ്ട് എപ്പോഴും ഒരു മുത്തുമണി ഇന്ന് മാണിക്കോ എന്തായിരുന്നു ഇടയ്ക്ക് വെച്ചിട്ട് പവിഴം എന്ന് പറഞ്ഞിട്ട് ഒരു പവിഴ മുത്തുകൾ എന്ന് പറഞ്ഞിട്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അങ്ങനെ ഒരു സംഭവം നമ്മൾ നിങ്ങൾക്ക് അടിച്ചിട്ടുണ്ട്, ഇത്ര രൂപ നിങ്ങൾ ഷിപ്പിംഗ് ചാർജ് ഏതാണ്ട് പേയ്മെൻറ്റ് അടച്ച് നമുക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ടൈമിൽ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ അതൊക്കെ ആ സമയത്തൊക്കെ ഇങ്ങനെയുള്ള ഇതുണ്ടല്ലോ, ഇതൊക്കെ തെറ്റാണ്, ഇത് ചതിയാണ്, കള്ളത്തരമാണ്, ഇതൊന്നും വീഴലെന്ന് പറഞ്ഞിട്ട് വരുന്നതുകൊണ്ട് നമ്മളതൊന്നും വാങ്ങിയിട്ടില്ല. പക്ഷേ ഈ ടൈമിൽ ഞാൻ ഇതുപോലെ ഈ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ ഞാൻ ഇതുപോലെ പർച്ചേസ് നടത്തിയ ആളാണ്. കാര്യം പർച്ചേസ് ചെയ്തില്ല, ഞാനിങ്ങനെ ഇത് ചെയ്തവരായിട്ട് സംസാരിച്ചപ്പോഴാണ് അവർക്ക് പേയ്മെൻറ്റ് നമ്മൾ ഫുൾ മുൻകൂറായിട്ട് പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമേ, പക്ഷേ എനിക്ക് എൻ്റെ സ്ക്രീൻഷോട്ടോ മറ്റു കാര്യങ്ങളോ ഒന്നും കിടപ്പില്ല, മുൻകൂറായിട്ട് അടയ്ക്കണമെന്നാൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ എന്ന് പറഞ്ഞ് വന്നപ്പോൾ ഇല്ല അങ്ങനെയുള്ളതിലില്ല, വേണ്ടാന്ന് വെച്ചിട്ടാണ് ഞാനിത് വാങ്ങിക്കാഞ്ഞത്. അതുകൊണ്ടാണ് ഈ വീഡിയോ കണ്ടപ്പോൾ ഞാൻ ഇത് റിയാക്ട് ചെയ്യാൻ കാരണം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ എത്ര പേരിൽ എത്തുമെന്ന് എനിക്കറിയില്ല. മാക്സിമം നിങ്ങൾ കാണുന്നവർ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അബദ്ധങ്ങളും എല്ലാം പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഇനിയെങ്കിലും ഇങ്ങനെയുള്ള ചതിക്കുഴികളിൽ വീഴാതിരിക്കുക. മാക്സിമം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കടകളിൽ നിന്ന് പർച്ചേസ് ചെയ്യുക. അതാകുമ്പോൾ നമുക്ക് ക്വാളിറ്റിയൊക്കെ പരിശോധിച്ച് വാങ്ങിക്കാൻ പറ്റും. ഇതിൽ നമുക്ക് ക്വാളിറ്റി ഒന്നും ആ ഒരു കാണുന്ന കളർ, ആ ഒരു പിക്കിൽ കാണുന്ന കളർ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ക്വാളിറ്റി നമുക്ക് മെഷർ ചെയ്യാനൊന്നും പറ്റില്ല. അതുപോലെ തന്നെ തുണി ഇത്ര മീറ്റർ തുണി ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞാൽ അത്രയും മീറ്റർ തുണിയൊന്നും കാണില്ല കേട്ടോ. അതുപോലെ സൈസൊക്കെ തെറ്റാണ്, ഒരുപാട് മിസ്റ്റേക്കുകളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം നമ്മൾ നമ്മുടെ അടുത്തുള്ള ഷോപ്പുകളിൽ തന്നെ പോയി ഈ സാധനങ്ങൾ വാങ്ങാൻ ശ്രമിക്കുക. ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.